ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Six of Cups, the Hierophant, Ten of Swords, Seven of Cups, Five of Cups, Nine of Swords, Queen of Wands, Six of Swords, Two of Pentacles, Ten of Pentacles, Page of Wands, Death and Rebirth, Knight of Pentacles, the Emperor, King of Wands, Three of Wands, Eight of Swords, Knight of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പേഴ്സന്റെ എനർജി തന്നെ നമുക്ക് ആദ്യം പറയാം. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ അവഗണിച്ച് പോയവരായിരിക്കും. ചിലപ്പോൾ അവഗണിക്കുക എന്ന് പറയുമ്പോഴേക്കും ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്ത ചിലവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മുന്നിലേക്ക് ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങളെയാണ് പെട്ടെന്ന് ലൈഫിൽ നിന്ന് മാറ്റി കളയാൻ പറ്റിയ വ്യക്തികൾ ഇവരുടെ ലൈഫിന്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ തോന്നി നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കും. ബ്ലെയിം ചെയ്യുക, ചെയ്യാത്ത തെറ്റുകളുടെ ഭാഗമായിട്ടൊക്കെ നിങ്ങളെ മാറ്റിയൊക്കെ നിർത്തി പോയവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവർ അതിലൊക്കെ ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവരുടെ ഒരു എനർജി ലെവൽ പറയുകയാണെങ്കിൽ ഡിപ്രസ്ഡ് സ്റ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിലേക്ക് നോക്കി വേദനിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു ഒഴിഞ്ഞ കപ്പിലേക്ക് നോക്കി വേദനിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവരായിട്ട് തന്നെയാണല്ലോ അതിനെയെല്ലാം തട്ടിക്കളഞ്ഞത് എന്നൊരു ചിന്തയില് വളരെ വേദനയിൽ നിൽക്കുന്ന ഒരു പേഴ്സണെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ ആരിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇവരുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ കാര്യങ്ങളോ ആര് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ അതൊന്നും മറ്റുള്ളവരിലേക്ക് ഇപ്പൊ കാണിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ പോലും എന്ന് പറയുമ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഡെയിലി കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓഫീസിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലത്തിന് അടുത്തൊക്കെ ആവാനുള്ള വ്യക്തികളും ഉണ്ടായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ടെൻ ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ടെൻ ഓഫ് swords ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു മരണതുല്യമായ വേദന, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ പേഴ്സണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ക്യൂൻ ഓഫ് wandsഉം കിങ് ഓഫ് wandsഉം വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇതിൽ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പേ ശരണം എന്നുള്ള രീതിക്കൊക്കെ മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് നിന്ന ഒരു വ്യക്തി ആയിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു ചേസിങ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടാവും. നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്വയം ഒരു വാല്യൂ കൊടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ മാറിയിട്ടുണ്ടാവും. ഇവരിനി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിക്ക് പോലും ചിന്തിക്കുന്ന വ്യക്തികൾ പോലും ചിലപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം.
എങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടായിരിക്കും ഇവരുടെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വീണ്ടും ചെല്ലണം അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്ത് നിന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. 6 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്. ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് ഇവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഇപ്പൊ പോയിട്ടുണ്ട്. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങള്, ഒരുമിച്ച് പറഞ്ഞ തമാശകള്, അല്ലെങ്കിൽ ഒരുമിച്ച് പോയ സ്ഥലങ്ങള്, ഇതെല്ലാം ഇവരിപ്പോ മിസ് ചെയ്യുന്നുണ്ട്. ഹെയറോഫന്റ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പല പല കാര്യങ്ങൾ മനസ്സിലാക്കി ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാർമിക് ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു കർമ്മ ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ ഇവിടത്തെ എനർജി എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു തകർച്ച വന്നു എന്നുള്ള രീതിക്കല്ല കാണിക്കുന്നത്. മാനസികപരമായിട്ട് ഇവർ തകർന്നു പോയിട്ടുണ്ട്. ആ ഒരു തകർച്ചയിൽ ഇവർ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻഡ്യൂഷൻ ആണ്. ഇവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് മുന്നോട്ടേക്ക് പ്രവർത്തിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. മറ്റു പല ആൾക്കാരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അവർ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻ തന്നെയാണ് അതിന്റെ റീസൺ. കാരണം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ടിട്ട് സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് എന്നൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പൊ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവർക്ക് സ്വയം ഈ ഒരു നഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ആരോടും ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. സ്വയം ഒരുപാട് വേദനിച്ച് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെയാ വന്നിരിക്കുന്നത്. ഡിപ്രസ്ഡ് സ്റ്റേജ് മാത്രമല്ല, ഇവർ ഓവർ തിങ്കിങ് ചെയ്തിട്ട് വേദനിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഒരു സമയം നിങ്ങൾ അവഗണിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവഗണിക്കപ്പെട്ടത് ആ ഒരു സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പരിഗണന ഇപ്പൊ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര ഇമോഷൻസ് ഇവർ പുറത്തേക്ക് കാണിക്കുന്നില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഇവരിപ്പൊ നിങ്ങളോട് ഒരുപാട് ക്ഷമാപണം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു സമയം ഇവർ നിന്നിരുന്ന ഒരു അവസ്ഥ ഒരു ജഗ്ലിംഗ് എനർജിയാണ്. കാരണം ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ ഫാമിലി, ഇവരുടെ ഫ്രണ്ട്സ്, ഇവരുടെ ജോലി, ഇവരുടെ സമ്പത്ത്, അതിന്റെ കൂടെ നിങ്ങൾ, ഇനി മറ്റേതെങ്കിലും വ്യക്തി സാന്നിധ്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് വന്നപ്പോൾ അതിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റിയ ഒരു വ്യക്തി നിങ്ങൾ തന്നെയായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ബാക്കി എല്ലാ ആൾക്കാരും അവർക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ ഇവർ വളരെ പെട്ടെന്ന് നിങ്ങളെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി എടുത്ത് മാറ്റിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജഗ്ലിംഗ് എനർജി അല്ലെങ്കിൽ ആ ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന രീതിയൊക്കെയാണ് കാണിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ലൈഫിൽ ആരും തന്നെ ഇല്ല ആ ഒരു സപ്പോർട്ടീവ് ആയിട്ട്. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ്. അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു സ്നേഹമല്ല അവർ പോയി നിന്ന സ്ഥലത്ത് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് അവരെ കൊണ്ട് മാറ്റി ചിന്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് കാരണമായിരിക്കുന്നത്. ഇപ്പൊ സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു സമാധാനം വേണം എന്നൊരു മനോഭാവത്തിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. ആടി ഉലയുന്ന അവരുടെ ലൈഫിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിന് ഒരു സന്തുലിതാവസ്ഥ, ഒരു നിലനിൽപ്പ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവർ സ്വയം മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഒറ്റയ്ക്കൊരു ലോൺനെസ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഇവരെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഹീലിംഗിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ഇവർ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളും ഇവർ മനസ്സിലാക്കുന്ന സത്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചെയ്യാത്തൊരു കാര്യത്തിനാണ് നിങ്ങളെ വേദനിപ്പിച്ച് പോയവർ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു സമയം സ്വയം വേദനിക്കുന്നുണ്ട്. സ്വയം ചെയ്തു പോയ തെറ്റുകളുടെ അല്ലെങ്കിൽ ആ ഒരു അബദ്ധത്തെ കുറിച്ച് ഓർത്തിട്ട് ഇവർക്ക് സ്വയം തന്നെ നീറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം കൈവിട്ട് പോയ ഒരു അവസ്ഥയായിരിക്കാം. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് മറ്റൊരു ലൈഫിലേക്ക് കയറിയവരുണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ മറ്റൊരു ലൈഫിലേക്ക് കടക്കാനായിട്ട് പോകുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ആയിരിക്കുന്നത് കൊണ്ട് ഇവർക്കത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇവർ എന്നാലും ചിന്തിക്കുന്നുണ്ട് ഇവരുടെ കാര്യം കൈവിട്ട് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ഒരിക്കലും നിങ്ങളെ
ലൈഫിലേക്ക് കിട്ടില്ല എന്നുള്ളത്. മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എവിടെയോ ഇപ്പോഴും ഒരു ഹോപ്പ് ഉണ്ട്. ഇവരിപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നൊരു ചിന്തയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫാമിലി എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനി അല്ല നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 10 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്, ഫാമിലി എനർജി ആണ് വന്നിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വളരെ പാഷനേറ്റോട് കൂടി റിസ്ക് എടുക്കാനും അതിലൊരു നേട്ടം കൈവരിക്കാനും തന്നെയാണ് ഇവരുടെ തീരുമാനം. അപ്പൊ ഇവരുടെ മനോഭാവത്തിൽ ഒത്തിരി ചേഞ്ചസ് വന്നിരിക്കുന്ന ഒരു പേഴ്സണെ തന്നെ ഇവിടെ കാണിക്കുന്നത്. ഒരുതരം ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ, അതായത് ഇവരുടെ എനർജിയിൽ ഇപ്പൊ പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് തിരിച്ചു പിടിക്കണം എന്നൊരു മനോഭാവത്തിലേക്ക് മാറിയിരിക്കുന്നത്. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റീബർത്ത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഡെത്ത് ആയിട്ട് ഒരു റീകൺസിലേഷൻ നടത്തുക, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. ആ ഒരു രീതിയിലൂടെ ഈ ഒരു ബന്ധത്തിനെ വീണ്ടും മുന്നോട്ടേക്ക് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകണം. അതോടൊപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഒരുപാട് പേഷ്യൻസ് ഒക്കെ കൈവന്നിട്ടുണ്ട്. ക്ഷമാപൂർവ്വം ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കണം ഓരോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കൊക്കെ മനോഭാവം മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് മാത്രമാണ് ഇനി മുന്നോട്ടേക്ക് ഇവർ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളൂ. അതിന് എന്ത് രീതിക്ക് കാത്തിരിക്കാനാണെങ്കിലും ഇവരിപ്പോ തയ്യാറാണ്. സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എടുത്തുചാട്ടത്തിന് അപ്പൊ തന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേണം, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, ഈ ഒരു രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ അങ്ങനെയല്ല. വളരെയധികം ക്ഷമാപൂർവ്വം സമയമെടുത്ത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അത് ലഭിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കാനും ഒക്കെ ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. കാരണം സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നിലനിൽപ്പോട് കൂടിയ ഒരു ജീവിതം തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ഇന്നർ സോൾ ഈ ഒരു സമയത്ത് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബന്ധം നിലനിർത്തണം എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്നർ സോൾ പറയുന്ന കാര്യങ്ങളെ ഒരു ഗൈഡൻസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ഇപ്പൊ അതിലേക്കുള്ള ഒരു ആഴത്തിൽ ചിന്തിച്ചിട്ട് അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു ഗ്രോത്ത് കൊണ്ടുവരണമെന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു ഇന്നറിലേക്ക് തന്നെ, അതായത് അവരുടെ ആ ഒരു ഇന്നർ വോയിസിലേക്ക് തന്നെയാണ് അവർ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹീലിംഗ് ഇവരിൽ നടക്കുന്നുണ്ട്. വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് തന്നെയാണ് ഇവരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഇവർ ഇപ്പോൾ ഹോൾഡ് ചെയ്യാനൊക്കെ പഠിച്ചിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവർ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെയാണ്, പൊട്ടിത്തെറിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ അങ്ങനെയൊന്നും അല്ല. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയം കൊടുത്തതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും റിലീസ് ആയി പോകണം. ആ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് റിലീസ് ആയാലാണ് അവർക്ക് കംപ്ലീറ്റ്ലി ഒരു ഹീലിംഗ് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് അവർ കംപ്ലീറ്റ് എത്തുകയുള്ളൂ എന്നുള്ളത് അവർ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇവരുടെ തെറ്റുകൾ ഇവർ തന്നെ റിയലൈസ് ചെയ്യാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അവർ ഈ ഒരു കാര്യത്തിൽ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇവർ അതൊന്നും അംഗീകരിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവർ സ്വയം വിലയിരുത്തിയിട്ട് അത് മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനുമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത് സാരം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഇവർക്ക് വേണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം. ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു യഥാർത്ഥമായ സ്നേഹം തന്നെയാണ്. നിങ്ങളൊരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇവർക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അവർക്ക് നേരത്തെയും അത് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം, പക്ഷെ പലപ്പോഴും അവരത് കണ്ടില്ല എന്നുള്ളത് നടിച്ചിട്ടുണ്ട്. സ്വാർത്ഥമായ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥമായ ജീവിതത്തിലുള്ള വിജയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അതിലൊക്കെ ഒരുപാട് കുറ്റബോധമുണ്ട്. അപ്പൊ തിരിച്ച് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സപ്പോർട്ടിന് അവർ തിരിച്ച് നിങ്ങളിലേക്ക് ഒരു സപ്പോർട്ട് തരണമെന്നും, അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ആ ഒരു യഥാർത്ഥമായ സ്നേഹത്തെ ഇതുവരെ അവർ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നൽകിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യ സമയത്ത് നൽകിയതുപോലെ ആ ഒരു അവസാന സമയങ്ങളിലേക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ജെന്യുവിനിറ്റി കാര്യങ്ങളൊന്നും അവർ കീപ്പ് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അവരുടെ മനസ്സിൽ ആ ഒരു പ്യുവർ ലവ് നിങ്ങൾക്ക് മാത്രമായിട്ട് തരണം. എല്ലാ രീതിക്കും അത് അർഹതപ്പെട്ട കൈകൾ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ഹൃദയം എല്ലാ രീതിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിടാൻ തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വളരെയധികം സന്തോഷകരമായ ദിനങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരേണ്ടത്.
ആ ഒരു രീതിയിലേക്ക് മാത്രമാണ് ഇതിനെ ഇനി മുന്നോട്ടേക്ക് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുകയുമുള്ളൂ. കാരണം നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് connect ചെയ്യാനും അതിലൂടെ ആ ഒരു connection നെ വളരെ strong ആയിട്ടുള്ള ഒരു foundation build ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാനും ഒരു peaceful ആയിട്ടുള്ള atmosphere നിങ്ങളുടെ relationship ൽ ഇനി മുൻനിർത്തി കൊണ്ടുപോകാനും ഒക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഡിപ്രസ്ഡ് സ്റ്റേജിലും അല്ലെങ്കിൽ പെയിൻഫുൾ ആയ എനർജിയിലും ഇവരിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ടിട്ട് ഇനി മുന്നോട്ടേക്കുള്ള ലൈഫ് എന്ന് പറയുന്നത് സമാധാനം നിറഞ്ഞതായിരിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു സമാധാനം എന്ന് പറയുമ്പോൾ മറ്റുള്ള വ്യക്തികളോ സിറ്റുവേഷൻസോ ഒന്നും തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി കടന്നു വരാൻ പറ്റില്ല. നിങ്ങളും ഇവരും മാത്രമായിട്ട് ചേർന്നുള്ള ഒരു ലൈഫ് ആയിരിക്കണം ഇനി മുന്നോട്ടേക്ക്. നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്കായിട്ടുള്ള സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ തോട്ട്സിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇവിടുത്തെ ഒരു മനോഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതായത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 3 of Wands ഇവിടെ വന്നിട്ടുണ്ട്. പ്ലാനിങ് എനർജിയാണ്. ഓൾറെഡി ഇവരുടെ മനസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇവർ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു സ്നേഹം മറ്റൊരു രീതിയിലേക്കും പോകാതെ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കണം. അപ്പൊ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഒരു മാനിഫെസ്റ്റേഷൻ എനർജി ഇവിടെ നിങ്ങൾ പോലും അറിയാതെ വർക്ക് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്യൂൻ ഓഫ് വോൺസും കിങ് ഓഫ് വോൺസും വന്നിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. അതായത് രാജാവും രാജ്ഞിയും എന്ന് പറയുന്നത് പോലെ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് യൂണിവേഴ്സ് പോലും ആ ഒരു കാര്യങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു വളർച്ച ഒരു ഉയർച്ചയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ആ ഒരു രീതിയിലാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡോ കാര്യങ്ങളോ അല്ല ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണുന്നത്. ഇതുവരെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങളെ കണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചിട്ട് അവര് സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു നഷ്ടബോധത്തിൽ വേദനിക്കുന്ന വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. അതോടൊപ്പം ഈ റിലേഷൻഷിപ്പിനെ ഒരു ഷോർട്ട് ടേം ആയിട്ടല്ല ഒരു ലോങ് ടേം ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അതും സമാധാനപരമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ തന്നെ സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും എല്ലാ രീതിക്കും ഇതൊരു സ്ട്രക്ചർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് അതിനൊന്ന് വിജയിപ്പിക്കാനും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പോലും കിങ് ഓഫ് കപ്സ് ആണ് ആൻഡ് ഫാമിലി 10 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ യാതൊരുവിധ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇവർ എടുത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവിധ രീതിക്കും ഒരു ആക്ഷൻ എടുക്കാനും അതുപോലെ ഇതൊരു പ്രേയിങ് എനർജിയാണ്. അവരിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരായിട്ട് സ്വയം ഇപ്പൊ ഒരു പ്രാർത്ഥന അതുപോലെ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ഇതെല്ലാം അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വൈകാരികപരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം കുറിച്ചിട്ട് അതിലൂടെ ആ ഒരു ബന്ധത്തിനെ ഒരു ലോങ് ടേം ആയിട്ട് ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോയി അതിലൊരു വളർച്ച നേടണം. ഒരു ഫ്ലവറിങ് ഇതിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഒരു സോഴ്സ് എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സോഴ്സ് തേടി പിടിക്കുക തന്നെ ചെയ്യും. കാരണം അബണ്ടൻസ് തന്നെയാണ് ഇവരുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ഇതിൽ കൊണ്ടുവരിക തന്നെ വേണം. അതിനുവേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന രീതിയാണ്. ഓക്കെ, അതിപ്പോ ഒരു കോഴ്സ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം മേ ബി, അല്ലാന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ അർപ്പണബോധത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുന്നവരും ഉണ്ടായിരിക്കാം. വളരെയധികം ട്രസ്റ്റോടു കൂടിയാണ് ഇവരിപ്പം മുന്നോട്ടേക്ക് പോകുന്നത്. മനസ്സിലൊരു ആടി ഉലയുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇവർക്കൊരു തോന്നൽ വരുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറമെയുള്ള ജേർണിയാണ്. അപ്പൊ നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എവിടെയാണോ ലെറ്റ് ഗോ ചെയ്ത് ഇപ്പൊ നിർത്തിയിരിക്കുന്നത് അവിടെ നിന്നും ഈ ഒരു പേഴ്സൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കർമ്മ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ബാഡ് കർമ്മ അവിടെ അവസാനിച്ചിട്ട് ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇവരിപ്പോ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. വളരെ വിശ്വാസത്തോടു കൂടി വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയോട് കൂടി തന്നെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ട്. ഇതുവരെ ഒരു കളിതമാശയിലൊക്കെ കണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ട് ഇവരിൽ ഇപ്പൊ നടക്കുന്ന ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഹീലിംഗിലൂടെ
അവരുടെ ഒരു ട്രോമ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി റിലീസ് ആവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവരുടെ നെഗറ്റിവിറ്റീനെ എല്ലാം തന്നെ അവർ തന്നെ റിലീസ് ചെയ്യിക്കുക എന്നുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് മാത്രമാണ് മനസ്സിൽ നിറയ്ക്കാനായിട്ട് മാക്സിമം ഇവർ ട്രൈ ചെയ്യുന്നത്. എങ്കിലും പലപ്പോഴും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. ഇവർ ആ ഒരു രീതിയിലേക്ക് നിറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് തോട്ട്സ് മാത്രം നിറയ്ക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര ട്രൈ ചെയ്താലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മൈൻഡിലേക്ക് വരുള്ളൂ. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാനാണ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സണും സ്പിരിച്വൽ കണക്ഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരും ഇപ്പൊ ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്നും അവരുടെ എനർജീനെ ഇൻക്രീസ് ചെയ്യാനും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലേക്ക് കംപ്ലീറ്റ്ലി കൊണ്ടുവരാനും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധം ഒരിക്കലും വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ടാണ് അവർ ആ ഒരു രീതിയിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. വളരെയധികം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് യൂണിവേഴ്സിനോട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവർ ട്രസ്റ്റ് ചെയ്ത് ബിലീവ് ചെയ്യുന്നുണ്ട് ബന്ധം നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു രീതിയൊക്കെ കാണിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒരു സക്സസ് തന്നെ വേണം. വളരെയധികം ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഓരോ കാര്യങ്ങളും ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ ബ്രില്യന്റ് ആണ്. ബ്രില്യന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു കരിയർ ഒക്കെ ബിൽഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളെയും യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇവരുടെ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരൊരു ഷോർട്ട് ടെമ്പേർഡ് ആണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പ്രകോപിതനാവുന്ന അല്ലെങ്കിൽ പ്രകോപിതയാകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതാണ് ഇവരുടെ ഒരു ബാഡ് ഹാബിറ്റ്. അത് പക്ഷെ ഇവരിപ്പോ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് പോകരുത് എന്നൊരു തോന്നൽ ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം സ്വയം തന്നെ റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ലൈഫിൽ എല്ലാ രീതിക്കും ഒരു അലൈൻമെന്റ് കൊണ്ടുവരാൻ തന്നെയാണ് ഇവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാം റിസീവ് ചെയ്യാനും തെറ്റുകളെല്ലാം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ സ്വയം അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെയൊക്കെ ക്ലിയർ ചെയ്യാനും ഉള്ള ഒരു മനസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ദേഷ്യമോ വെറുപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ചേഞ്ച് സംഭവിച്ചിട്ട് വളരെയധികം പ്യൂർ ആയിട്ടുള്ള ഒരു സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. മാനസികപരമായിട്ട് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. വളരെയധികം ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു മിസ്സിംഗ് എനർജി, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ദേഷ്യം മറ്റെന്ത് എനർജി ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ സ്വയം തയ്യാറെടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. okay അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പും റീഡിംഗും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ക്ലൂസും നിങ്ങളുടെ പേഴ്സൺ ഒക്കെ ആയിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ക്ലൂസ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക. 4 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ, വി എന്നൊരു ലെറ്റർ, ജെ എന്നൊരു ലെറ്റർ, എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജനുവരി എന്നൊരു മന്ത്, മൂലം, പി എന്നൊരു ലെറ്റർ, ഏരീസ്, 30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 30 ഡേയ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ പോസിറ്റീവ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. 1972 വയനാട്, എൻ എന്നൊരു ലെറ്റർ, പത്തനംതിട്ട വന്നിട്ടുണ്ട്. കാലിക്കട്ട്, 31 28 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ഡിസംബർ എന്നൊരു മന്ത്, 38 വന്നിട്ടുണ്ട്. എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജെമിനി സോഡിയാക് സൈൻ ആണ്. എം എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട്. അതുകൂടാതെ നമുക്കിവിടെ 5 വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പർ ആണ് 5. 6 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ 3 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 8 വന്നിട്ടുണ്ട്. 10 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നമ്പേഴ്സ് കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങൾ എല്ലാമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്.
അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.